നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റ് ഉറപ്പിക്കാൻ ടേം വ്യവസ്ഥയിൽ ഇളവിന് CPM. തുടർച്ചയായി 2 തവണ മത്സരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ വീണ്ടും മത്സരിക്കും. മണ്ഡലത്തിന്റെ സ്വഭാവവും MLA-മാരുടെ പ്രവർത്തന മികവും പരിഗണിച്ചാകും ഇളവ്. സംഘടനാ ചുമതലയെങ്കിൽ 75 വയസ്സ്. നിയമസഭയിലേക്ക് തുടർച്ചയായി 2 തവണ മത്സരിച്ചാൽ എത്ര വലിയ നേതാവാണെങ്കിലും മാറ്റി നിർത്തണം. പരമാവധി പുതുമുഖങ്ങൾക്ക് അവസരം. തുടർച്ചയായി 3-ാം ടേമിലും അധികാരം ആഗ്രഹിക്കുന്ന CPM ഇത്തവണ പക്ഷേ കാർക്കശ്യങ്ങൾ കൈവിടുകയാണ്. ഒന്നിലേറെ ചട്ടങ്ങൾ ലംഘിച്ച് നഗരമധ്യത്തിൽ അനധികൃതമായി നിർമ്മിച്ച ബഹുനില കെട്ടിടം പൊളിച്ചു നീക്കാൻ ആരംഭിച്ച കണ്ണൂർ കോർപ്പറേഷൻ അധികൃതർ. കാൽടെക്സിലെ 10 നില കെട്ടിടമാണ് നിയമലംഘനത്തിന്റെ പേരിൽ പൊളിച്ചു നീക്കുന്നത്. നിയമലംഘനത്തിന്റെ പേരിൽ കണ്ണൂർ നഗരത്തിൽ പൊളിച്ചു നീക്കുന്ന ആദ്യത്തെ കെട്ടിടം കൂടിയാണിത്. കോർപ്പറേഷനിൽ നൽകിയ പ്ലാനിന് വിരുദ്ധമായി ഒന്നിലേറെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് കളക്ടറേറ്റിന് തൊട്ടുമുന്നിൽ ബഹുനില കെട്ടിടം പൊങ്ങിയത്. 7 നിലയ്ക്ക് മാത്രം ലഭിച്ച അനുമതി ഉപയോഗിച്ച് 10 നില കെട്ടിടമാണ് നഗരഹൃദയത്തിൽ ഉയർന്നത്. ശബരിമല കാനനപാതയിൽ വെച്ച് തീർത്ഥാടകന്റെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടികൂടി. തമിഴ്നാട് മധുര സ്വദേശി നാഗരാജന്റെ കയ്യിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത്. 100 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിനായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്ന പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. നാഗരാജിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിന് കൈമാറി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ കൂടുതൽ തെളിവ് തേടി അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. സംസ്ഥാനത്ത് വീണ്ടും 1 ലക്ഷം തൊടുമെന്ന് തോന്നിപ്പിച്ച സ്വർണ്ണവില ഇന്ന് കുറഞ്ഞു. 280 രൂപ കുറഞ്ഞ് 1 പവൻ സ്വർണ്ണത്തിന്റെ വില 99,600 രൂപയായി. ഗ്രാമിന് ആനുപാതികമായി 35 രൂപയാണ് കുറഞ്ഞത്. 12,450 രൂപയാണ് 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില. കഴിഞ്ഞ 2 ദിവസത്തിനിടെ പവന് 960 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില വീണ്ടും 1 ലക്ഷം കടക്കുമെന്ന് തോന്നിപ്പിച്ചത്. അതിനിടെയാണ് ഇന്ന് വില കുറഞ്ഞത്.